ഈ എല്ലാ മുന്നണികൾക്കും ഇതൊരു സെമി ഫൈനൽ പോരാട്ടമാണ്. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയം. ഇപ്പോൾ നമ്മൾ നേരെ നിലമ്പൂരിലേക്ക് പോവുകയാണ്. അവിടെ NDAയുടെ ഒരു കൺവെൻഷൻ, തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ അവിടെ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നമ്മുടെ റിപ്പോർട്ടർ അനന്തു അവിടെ ഉണ്ട്. അനന്തു ലൈനിലുണ്ട് എന്ന് വിചാരിക്കുന്നു. നിലമ്പൂര് കോടതിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് BJPയുടെ NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്നാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്, അവിടെ സംസാരിക്കുന്നത്. ഈ നിലമ്പൂരിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് അത് തീർത്തും അനാവശ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് BJPക്കുള്ളത്. ആ നിലപാടിൽ തന്നെ തുടരുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം അവർ തീരുമാനിച്ചത് നിലമ്പൂരിൽ മത്സരിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയൊന്നും നിർത്തണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് അതിന്റെ ചില രാഷ്ട്രീയ വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവിടെ അപ്രതീക്ഷിതമായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർ തീരുമാനിക്കുകയായിരുന്നു. വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് BJP നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടുക, തങ്ങളുടെ എല്ലാ വോട്ടുകളും ഉറപ്പിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെ പ്രചാരണം BJP മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം പാർട്ടിക്കുണ്ട്. BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള PK കൃഷ്ണദാസ് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പ്രചാരണങ്ങളെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു സിനിമാ താരം കൂടിയാണ്. വലിയ രീതിയിലുള്ള ഒരു ജന പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി സുരേഷ് ഗോപിയെ നിലമ്പൂരിൽ താരപ്രചാരകനായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അനന്തു, സുരേഷ് ഗോപി എത്തിയോ? അവിടെ കൺവെൻഷൻ തുടങ്ങിയോ? കോടതിപ്പടിയിലാണ് NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ NDAയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുറകിൽ കടന്ന വേദിയിലുണ്ട്. ഈ ഒരു വേദി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. സുരേഷ് ഗോപി എത്താൻ വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. BJP അല്ലെങ്കിൽ NDA അവരുടെ താരപ്രചാരകരെ കളത്തിലിറക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ആദ്യം വരുന്നത് കേന്ദ്രമന്ത്രിയും സിനിമാ താരവും കൂടിയായ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ എത്തിച്ചുകൊണ്ട് കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് BJP എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന് ഇപ്പോഴും BJP നേതാക്കൾ പറയുന്നുണ്ട്. ഇടതുമുന്നണിയും വലതുമുന്നണിയും വിളിച്ചു വരുത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ്, അനാവശ്യമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഈ സമയത്ത് നടക്കുന്നത് എന്ന ഒരു നിലപാട് BJPക്ക് ഇപ്പോഴുമുണ്ട്. എന്നിരുന്നാൽ തന്നെയും മത്സരിച്ച് തങ്ങളുടെ കരുത്ത് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ BJP ഏറ്റവും അവസാനം പ്രഖ്യാപിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ BJP ലക്ഷ്യമിടുന്നത് മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളും കൂടുതൽ സമാഹരിക്കുക എന്ന ലക്ഷ്യവും BJPക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിലുണ്ട്. ഇത് വരുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായാണ് BJP കാണുന്നത്. വരും തിരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ കരുത്ത് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായി ഈ ഒരു തിരഞ്ഞെടുപ്പിനെ BJP കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഈ നിലമ്പൂരിൽ മത്സര രംഗത്തിറക്കുന്നത്. നിലമ്പൂരിൽ എത്ര വോട്ടുകളുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അറിയാമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോഴും പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, ഇനി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എങ്കിൽ അതിന്റെ പേരിൽ കേൾക്കേണ്ടി വരുന്ന പഴികൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി അവസാനം BJP നിർത്തിയത്. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് വേണ്ടി സുരേഷ് ഗോപി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വോട്ടഭ്യർത്ഥിക്കാൻ ഇവിടെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ മലയോര മേഖലയിലെ വന്യജീവി പ്രശ്നം അടക്കമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. 10 വർഷക്കാലം LDF ഭരിച്ചിട്ടും ഈ വനയോര മേഖലയിലെ വന്യജീവി പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചില്ല. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ വികസനം എത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മത്സര രംഗത്തിറങ്ങിയിരിക്കുന്ന പ്രചരണമെല്ലാം ആ തരത്തിലുള്ളവയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ വേദിയിലേക്ക് പൊതുജനങ്ങൾ ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആത്മവിശ്വാസം BJPയുടെ ഒരു ക്യാമ്പിലുണ്ടാകും. തുടക്കത്തിലൊന്നും വലിയ ആവേശത്തിലല്ലായിരുന്നു ഇവരുടെ പ്രചരണമെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ ശക്തമായ പ്രചരണ രീതികളിലേക്ക് കടക്കുമെന്നിപ്പോൾ NDA നേതാക്കളെല്ലാം വേദിയിൽ പറയുന്നുണ്ട്. ആ ഒരു ശക്തമായ പോരാട്ടത്തിലേക്ക് BJPയും NDAയും കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനയ, അനന്തു, സുരേഷ് ഗോപിയെ കൂടാതെ മറ്റ് മുതിർന്ന നേതാക്കൾ ഈ പരിപാടിക്ക് എത്തുന്നുണ്ടോ? അതായത് PV അൻവർ ആയിരുന്നു ആവശ്യപ്പെട്ടത് മലയോര കർഷക വിഭാഗത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ UDF മത്സരിക്കണം, ആ വിഭാഗത്തിന്റെ വോട്ടെല്ലാം UDFന് ലഭിക്കണമെങ്കിൽ അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണമെന്നല്ല. പക്ഷേ
UDF-ഉം കോൺഗ്രസും ഒന്നും അത് കേട്ടില്ല. അത് കേട്ടത് BJP ആണ്. ഏതാണ്ട് 36,000-ഓളം വോട്ടുകൾ ഈ വിഭാഗത്തിന്, മലയോര കർഷക വിഭാഗത്തിന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിലൂടെ കിട്ടുമെന്നുള്ളൊക്കെയുള്ള കണക്കുകൂട്ടലാണ് BJP-ക്കുള്ളത്. ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം, വലിയ ഒരു സന്നാഹം അവിടെ BJP ചെയ്യുന്നുണ്ടോ? അതോ ഈ വോട്ടുകൾ ഉറപ്പിക്കുക, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു രീതി, അത് അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ട് പോവുക, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വെച്ചതെന്തോ തെറ്റായി പോയി എന്ന് പ്രവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതിനെ ഒരു കണക്കുകൂട്ടലോട് കൂടിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് BJP അല്ലെങ്കിൽ NDA ക്യാമ്പ് നിലമ്പൂരിൽ നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഇവനെ സൂചിപ്പിച്ചതുപോലെ തന്നെ PV അൻവർ ആദ്യം ഉന്നയിച്ച ആവശ്യമായിരുന്നു UDF സ്ഥാനാർത്ഥിയായി ഒരു മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ആ ഒരു നിലപാട് UDF സ്വീകരിച്ചില്ല. പകരം വിനയ പറഞ്ഞതുപോലെ BJP ആണ് ഈ ഒരു മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത്. ഇതിൽ നിന്നും കൃത്യമായി ഉദ്ദേശിക്കുന്നത് നിലമ്പൂരിന്റെ മണ്ണിൽ കിട്ടാവുന്ന പരമാവധി വോട്ടുകൾ ശേഖരിക്കുക. വിനയ പറഞ്ഞതുപോലെ വളരെ പ്രബലമായ ഒരു വിഭാഗമാണ് ഈ മലയോര കർഷകരുടെ വിഭാഗം. അവരുടെ വോട്ടുകൾ പരമാവധി സ്വരൂപിക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ട് വരും തിരഞ്ഞെടുപ്പുകളിൽ ഇടപെടുകയാണ്. അനന്തു പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായി, ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. നിരവധി ആളുകൾ ആ കൺവെൻഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപി അല്പസമയത്തിനകം സംസാരിക്കുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ വീണ്ടും അനന്തുവിലേക്ക് തന്നെ തിരിച്ചു വരാം.